So, hey guys, welcome back to my channel. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇടാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, അതേ നമ്മുടെ റിസൾട്ട് വന്നു. ജൂലൈ 17 സംഭവം റിസൾട്ട് വന്നപ്പം ആ ഒരു നമ്മൾ സ്കൂളിൽ പോയായിരുന്നു. കുറച്ച് പേര് സ്കൂളിൽ വന്നുള്ളൂ. എത്ര 20-22 പേര് മാത്രമേ സ്കൂളിൽ വന്നുള്ളൂ. അപ്പം പോയി നമ്മൾ മാത്സ് ലാബിൽ ഇരിക്കുക. ആ ടൈമിലാണ് റിസൾട്ട് വരുന്നത്. നമ്മൾ ലാപ്പിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇപ്പോഴത്തെ സമയം 3:25 ആ ഒരു ടൈം ആകുമ്പോഴല്ലേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ടെൻഷനായി. അപ്പം ഞങ്ങളെ മാത്സ് ലാബിൽ തിരിച്ചു വന്നപ്പം കുറേ ബോയ്സും ഗേൾസും ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെ നിരഞ്ഞിങ്ങനെ കൂട്ടായിട്ട് വന്ന് ഇരുന്നിട്ട് എല്ലാവരും റിസൾട്ട് നോക്കുക. ഞങ്ങൾക്ക് വെച്ച് നോക്കണോ വേണ്ടായോ എന്നൊരു ടെൻഷനിൽ ഞാനൊന്ന് വിചാരിച്ച് നോക്കണ്ട, വെറുതെ എന്തോത്തിനാ ടെൻഷൻ അടിക്കുന്നത് വിചാരിച്ച് നോക്കട്ടെന്ന് പറഞ്ഞൊരു സാധനമാണ്. പിന്നെ മിസ്സുമാരൊക്കെ വിളിക്കാൻ തുടങ്ങി, വാ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റ് എടുത്തില്ല. മനഃപൂർവ്വം എടുക്കാൻ ഞാൻ പോയത്. ഹോൾ ടിക്കറ്റ് എനിക്കെന്തോ സ്കൂളിൽ വെച്ച് നോക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഉച്ചയ്ക്ക് വിടാനൊക്കെ ഞങ്ങളൊരു പ്ലാൻ ഇട്ടായിരുന്നു, പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. അപ്പം ഞാൻ അങ്ങനെ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് വരെ എനിക്ക് നമ്പർ തൊട്ട് അറിഞ്ഞുകൂടാതാണ്. അപ്പം എനിക്ക് ഇത്ര നമ്പർ വരെ അറിയാം, കുറച്ച് പക്ഷെ അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് അമ്മയുടെ അടുത്ത് വേറെ അച്ഛനെ കൊണ്ട് നമ്പർ എടുപ്പിച്ച് അപ്പം ഞങ്ങളുടെ ഫിസിക്സ് മിസ് അത് നോക്കിക്കൊണ്ടിരുന്നത്. മിസ്സോടെ നമ്പർ പറയാൻ പറഞ്ഞ് ഒരു കൊച്ചിനെ നോക്കി കിട്ടുന്നില്ല. അപ്പം വേറൊരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അടുത്ത് പോട്ടെ പറ്റില്ല, ഭയങ്കര ടെൻഷൻ, എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. പക്ഷെ എൻ്റെ മനസ്സിലൊരിതുണ്ട്, അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം, എൻ്റെ മനസ്സിലൊരിതുണ്ട്, ഒരു 5+ വരെയും അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ റിസൾട്ട് നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്ത് റിസൾട്ട് വന്നെന്ന് മിസ് പറഞ്ഞ് റിസൾട്ട് വന്ന് കാർത്തികയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ നിന്നിട്ട് റിസൾട്ട് വന്നു മിസ്സേ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഷോക്കായി. എനിക്ക് റിസൾട്ട് ഞാൻ നോക്കാനൊന്നും എനിക്ക് മിസ് ഇങ്ങനെ നിൽക്കുക, ഞാൻ ഇപ്പം നിൽക്കുക ഷോക്കായിട്ട്. എനിക്ക് എന്താ ചെയ്യണം? ഞാൻ ആദ്യം മിസ്സിനോട് ചോദിക്കുന്നത്, ഞാൻ ഇപ്പം എഴുതിയെടുക്കണോ റിസൾട്ട്? ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? റിസൾട്ട് എന്നിട്ട് ഞാൻ മാർക്കൊന്നും അല്ല ചോദിക്കുന്നത്, എഴുതിയെടുക്കണോ എന്താ ചെയ്യേണ്ടത്? കാരണം ടെൻഷനൊക്കെ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പം മിസ് ഇങ്ങനെ മാർക്ക് ഫസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഗ്രേഡിൻ്റെ റേഞ്ച് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പം ഞാൻ മിസ്സെല്ലാം ചെയ്യാം. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിള്ളേരെ കൂടെ കിക്കുമായിരുന്നു ആ സമയത്താണ്. പിന്നെ നോക്കി അങ്ങനെ എല്ലാം അറിഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഒന്നുകൂടെ കൺഫേം ഒക്കെ ചെയ്തു. ഞാൻ എൻ്റെ മാർക്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എന്നാലും വീട്ടിൽ അമ്മയ്ക്കൊന്നും കുഴപ്പമില്ല, അച്ഛനും കുഴപ്പമില്ലായിരുന്നു. പിന്നെ രണ്ടുപേരും കുറച്ച് ശീലമായിട്ടുണ്ട്, എന്നാലും ഒന്ന് ശ്രമിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനെങ്ങനെ വിചാരിച്ച ആ മാർക്ക് തന്നെ കിട്ടിയത്. ഞാൻ ഒന്നാമത് പറയാം, എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കൺസിഡറൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ നല്ല രീതിക്ക് മാത്സിന് കുറയുമെന്ന് വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത മാർക്ക് കിട്ടി മാത്സിന്. അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ മാർക്കൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇംഗ്ലീഷ് ഞാൻ C കൂട്ടിയിട്ടുള്ള മാർക്ക് പറയുന്നത് ഞാൻ കുറച്ച് പറയാൻ വയ്യാത്തല്ല. അപ്പോൾ C കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന് എനിക്ക് 100-ൽ 93 മാർക്സാണ്, A+ ഗ്രേഡാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഹിന്ദി എൻ്റെ അമ്മയുടെ വിഷയമാണ്. അമ്മയാണ് എനിക്ക് ഹിന്ദി പഠിപ്പിക്കുന്നത്. ട്യൂഷനൊന്നുമല്ല ഹിന്ദിക്ക്. ഹിന്ദിക്ക് ഞാൻ ട്യൂഷന് പോകാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഹിന്ദിക്ക് ഫുള്ളുണ്ട്, 100 ഔട്ട് ഓഫ് 100 ആയിക്കോട്ടെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ. എന്നിട്ട് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഫിസിക്സ് എൻ്റെ അച്ഛൻ്റെ സബ്ജക്റ്റാണ്. അച്ഛന് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വലുതായിട്ടൊന്നും മാർക്ക് കുറഞ്ഞില്ല ഗൈസ്. ആദ്യമായിട്ട് എനിക്ക് ഫിസിക്സ് ഞാനും മല്ലടിച്ചിട്ട് ഇത്രയെങ്കിലും മാർക്ക് കിട്ടുന്നത്. 80-ൽ 75 എനിക്ക് ഫിസിക്സിന് കിട്ടിയ മാർക്ക്. അപ്പോൾ ഈ 5 മാർക്ക് പോയെന്ന് അച്ഛൻ ഭയങ്കര ശീലമായിരുന്നു കുറച്ചൊക്കെ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ കെമിസ്ട്രി എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. ഇനി കെമിസ്ട്രി ആദ്യം എഴുതിയപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ തെറ്റി വന്ന്. ഇപ്പോൾ കുഴപ്പമില്ല, 80-ൽ 76 കെമിസ്ട്രിയുടെ മാർക്ക്. നെക്സ്റ്റ് അടുത്ത് ബയോളജി ഞാൻ ആരോ കമ്പനി ഇടവ ഇപ്പം എത്ര മാർക്ക് കിട്ടും ബയോളജിക്ക് എന്ന് ആരോടെ അടിച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സുവോളജിക്ക് ഫുള്ള് കാണുമായിരിക്കും. ബോട്ടണിക്ക് 3-2 മാർക്ക് കുറയാൻ ചാൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു പ്രഡിക്ഷൻ കറക്റ്റായിട്ടുണ്ട് കേസ്. എനിക്ക് 80-77 അതിനകത്ത് ഏതാ ഫുള്ളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി അഥവാ മാർക്ക് കുറഞ്ഞോന്ന് അറിഞ്ഞൂടാ. 80-77 ബയോളജിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അത് വലിയൊരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ മാത്സ് എന്ന് പറയുന്നത്. എന്തോ പണ്ടോട്ട് ചെറിയ മാർക്കിന് ഇമോഷനുള്ളൊരു സബ്ജക്റ്റാണ് അത്, അറിയാൻ വയ്യ. അപ്പം മാത്സിന് A ഗ്രേഡാണ്, 80-ൽ 68. ഞാൻ അത്രയൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ അന്നത്തെ എഴുത്തിന് ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ടഫായപ്പോൾ എൻ്റെ ബാക്കി എല്ലാം ഞാൻ പോലെ അങ്ങ് പോവുമായിരുന്നു. അപ്പം ഇത്രയും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
ഇനി അപ്പം ഇത്രയാണ്. ഇനി ടോട്ടൽ മാർക്ക് വരുന്നത് 520 489 94% വരുന്നത്. എനിവേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ മാർക്കിൽ. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണമെന്ന് ഞാൻ എഴുതുന്നുണ്ട്. മാത്സിന് എഴുതാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാമെന്ന് വേണ്ട, പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചല്ല എഴുതാം. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ബാച്ചുകാർക്ക് നല്ലൊരു ചാൻസാണ് ഇപ്പം ഇമ്പ്രൂവ്മെൻ്റ് എഴുതി നമുക്ക് കിട്ടാണ്. മറ്റേ കഴിഞ്ഞ ബാച്ചുകാർക്കാണെങ്കിൽ ഇനി വരുന്ന ബാച്ചുകാരുടെ കാര്യമാണെന്നുള്ള കഴിഞ്ഞ ബാച്ചുകാർക്കൊക്കെ ആണെങ്കിൽ സീനിയേഴ്സിനൊക്കെ നല്ല പാടായിരുന്നു ആ കൂടെ എക്സാം വരാൻ. അതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ സീനില്ല. ഇനി പൊടി തട്ടിയൊക്കെ എടുക്കണം, എവിടെയൊക്കെയാണോ ഇരിക്കുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്. ഞാൻ റിസൾട്ട് ഇടാൻ കുറച്ച് താമസിച്ചത്. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണൊക്കെ തോന്നുന്നത്, ഇടണോ വേണ്ട ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ഇത്രയും താമസിച്ച്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം. കുറഞ്ഞെങ്കിൽ ആരും വിഷമിക്കണം. നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് സെറ്റാക്കി എടുക്കാൻ. ശരിയാണ്, പാടാണ്, എന്നാലും നമുക്ക് പരമാവധി നമ്മൾ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.